എറണാകുളത്ത് വീട്ടമ്മയ്ക്ക് നേരെ ഗുണ്ടാക്രമണം. വല്ലാർപാടം പനമ്പുകാട് ഫാം ഉടമ പോൾ പീറ്ററുടെ ഭാര്യ വിന്നിയെയാണ് മുഖംമൂടി ധരിച്ചെത്തിയ ഗുണ്ടകൾ മർദ്ദിച്ചത്. കമ്പിവടി കൊണ്ടായിരുന്നു ആക്രമണം. പോളിനെ തല്ലാൻ വന്ന ഗുണ്ടകളാണ് ഭാര്യ വിന്നിയെ ആക്രമിച്ചതെന്നാണ് നിഗമനം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ വീട്ടമ്മയെ ഇതേ രീതിയിൽ വീട്ടമ്മയ്ക്ക് നേരെ ഗുണ്ടാക്രമണം ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും? ഈ ഫാമുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ ഫാം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണോ ആക്രമണത്തിന് കാരണമായത്? ടോം, നിലവിൽ ഇതാണ് അവർ ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നത്. ഈ ഫാം തുടങ്ങിയപ്പോൾ മുതൽ വൈപ്പിൻ മേഖല കേന്ദ്രീകരിച്ച് ഈ ഫാം തുടങ്ങിയപ്പോൾ മുതലുള്ള പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നു. ഇവർക്ക് മറ്റൊരു സ്ഥലത്തും ഫാമുണ്ട്. ഇത് തുടങ്ങിയപ്പോൾ മുതൽ ചില ഭീഷണികൾ ഇവർക്കെതിരെ നിലനിന്നിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ തുടരുകയും ചെയ്യുകയായിരുന്നു. ഇതിനൊടുവിലാണ് ഈ ആക്രമണ സംഭവം ഉണ്ടായത്. ഇന്നലെ ഇവർ രണ്ടുപേരും ഫാം അടച്ച് തിരിച്ചു പോരാൻ ഒരുങ്ങുന്ന സമയത്തായിരുന്നു സംഭവിക്കുന്നത്. രാത്രി 11 മണിയോടുകൂടിയായിരുന്നത്. പീറ്റർ മറ്റൊരു ഫാമിലേക്ക് സാധനങ്ങൾ എടുക്കാൻ നീങ്ങുന്ന സമയത്തേക്ക് വിനിയുടെ സമീപത്തേക്കാണ് ഇവർ മുഖംമൂടി ധരിച്ച് ചിലർ എത്തുകയും ചെയ്തത്. തുടർന്നായിരുന്നു ഇവരിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഇവർ തലയ്ക്ക് പൊട്ടലുണ്ട്, 11 സ്റ്റിച്ചിട്ടുണ്ട്, കൈക്ക് 2നും പൊട്ടലുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ കഴിയുകയാണ്. ഇവർ പറയുന്നത് ഇവർക്ക് നേരെ ഒരു വലിയ രീതിയിലുള്ളൊരു ആക്രമണ സംഭവത്തിലേക്ക് മുതിരുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളായി തുടരുന്ന തർക്കമാണ് ഈ രീതിയിലേക്ക് സംഘർഷത്തിലേക്ക് അടക്കം എത്തിച്ചത് എന്ന് പറയുന്നു. പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ലഹരി മാഫിയ അടക്കം ഈ മേഖലയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം ചില രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടി ഇത്തരം കാര്യങ്ങൾക്ക് പറയുന്നുണ്ട്. ചിലരിൽ നിന്ന് ഭീഷണി നേരിട്ടതായും അടക്കമുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് കുറച്ചുകൂടി ആധികാരികതയും, കാരണം മറ്റു ആരുടെങ്കിലും ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ആരുടെയെങ്കിലും സ്വാധീനത്തിന് വഴങ്ങിയ ഒരു അക്രമ സംഭവത്തിലേക്ക് പോയതായിട്ട് പോലീസ് പറയുന്നില്ല. പക്ഷേ ഇതിൽ വളരെ ബോധപൂർവമായി കരുതിക്കൂട്ടി നടന്ന ആക്രമണ സംഭവമാണ് എന്നത് ഉറപ്പിക്കാം. കാരണം മുഖംമൂടി ധരിച്ചെത്തിയവരാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് പറയുന്നു. ഈ ഫാം നടത്തിപ്പുമായി ബന്ധപ്പെട്ട്, ചെമ്മീൻ കെട്ടുമായി ബന്ധപ്പെട്ട് ഈ ഫാം ഉടമ പോളും പ്രാദേശിക CPM പ്രവർത്തകരും തമ്മിൽ ചില തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ. അതൊരു പക്ഷേ ഈ ആക്രമണത്തിന് കാരണമായിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തുകയാണ്. കാരണം പ്രാദേശിക CPM നേതൃത്വവുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബം ആ കാരണങ്ങളടക്കം സംശയിക്കുന്നുണ്ട്. കാരണം ഇവരാണ് ഈ അക്രമ സംഭവത്തിന് പിന്നിലെന്ന അടക്കമുള്ള സംശയങ്ങൾ ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയിലേക്ക് വരണം. കാരണം ഇവരുടെ അറിവോടുകൂടിയാണ് അവരുടെ നിർദ്ദേശപ്രകാരമാണോ ഈ അക്രമ സംഭവം നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് അവർക്ക് ഒരു പങ്കുള്ളതായി ഈ ഒരു ഘട്ടത്തിലേക്ക് പോലീസ് അത് പറയുന്നില്ല. പക്ഷേ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഉറപ്പുവരുത്തേണ്ടതും ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവർ ആരാണ്, ഈ അക്രമം നടത്തിയവർ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട്. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. എന്തായാലും പ്രാദേശികമായി നിന്നിരുന്ന ചില വിഷയങ്ങൾ തന്നെയാണ് ഈ ഒരു അക്രമ സംഭവത്തിലേക്ക് മാറിയതെന്നത് സംബന്ധിച്ച് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ഫാം തുടങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ്. ഇവർ ഈ ഫാം തുടങ്ങിയ സമയത്ത് തന്നെയും പ്രാദേശികമായി ചിലരുമായിട്ടുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു. അത് ഈ രീതിയിലേക്ക് വഷളാകുകയായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. കുടുംബം ആരോപിക്കുന്നത് പോലെ രാഷ്ട്രീയപരമായി ഈ പ്രാദേശിക CPM നേതൃത്വവുമായി അടക്കമുള്ള ചില അസ്വാരസ്യങ്ങൾ ഈ സംഘർഷത്തിന് പിന്നിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും. കൂടുതൽ കാര്യങ്ങൾ അവർ ആരെങ്കിലും നിയോഗിച്ചിട്ടുണ്ടോ, അവരുടെ നിർദ്ദേശപ്രകാരമാണോ ഈ അക്രമം നടത്തിയതെന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം വ്യക്തമാക്കാമെന്നതാണ് പോലീസ് പറയുന്നത്. ടോം, കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്താണ് വീട്ടമ്മയ്ക്ക് നേരെ ഗുണ്ടാക്രമണം ഉണ്ടായത്.